പല രീതിയിൽ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാറുണ്ടല്ലോ. ഇത് ചെയ്തെടുക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളെന്ന് ഉദ്ദേശിക്കുന്നത് 5-10 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നല്ല. ചിക്കൻ വേകാൻ എന്തായാലും 20-25 മിനിറ്റ് വേണ്ടി വരും. ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്ന അധികം പരിപാടികളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു കറി. വെറൈറ്റി കറിയൊക്കെ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നവർ ഇത് കൂടി പരീക്ഷിച്ച് നോക്കിയോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 9 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. മുളക് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോളം ഇരുന്നോട്ടെ, നന്നായിട്ട് കുതിർന്ന് വരട്ടെ. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഇതിലോട്ട് ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. ഇനി ഇത് ബിരിയാണിക്കൊക്കെ നമ്മൾ വഴറ്റി ബ്രൗൺ ആക്കി എടുക്കില്ലേ, അതുപോലെ ഒന്നും ആക്കിയെടുക്കണം. വേണമെങ്കിൽ ഉപ്പ് ചേർക്കാൻ പെട്ടെന്നായി കിട്ടിക്കോളും. പക്ഷെ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ സവാളയും ഒരുപോലെ ബ്രൗൺ ആയി കിട്ടണം. ഒട്ടും കരിഞ്ഞ പോലെ ടേസ്റ്റ് മാറും. ഈ ഒരു റെസിപ്പിയിൽ വഴറ്റുന്ന പണിയായിട്ട് ഇത് മാത്രമേ. ഇത് പാകത്തിന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനി നല്ലവണ്ണം എണ്ണയൊന്ന് വടിച്ച് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ബാക്കി വന്ന എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അരപ്പരയ്ക്കാം. മിക്സഡ് ജാറിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന മുളക് ചേർക്കുക. ഒരു തക്കാളി വലിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഒരു 1/4 കപ്പ് തൈര് ചേർക്കുക. 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇനി ഒരു ബേ ലീഫ്. ഇത് വലുതായതുകൊണ്ട് പകുതി ഇട്ടിട്ടുള്ളൂ, ചെറുതാണെങ്കിൽ ഒരു ബേ ലീഫ് ഇടുക. ഇനി വെളുത്തുള്ളി ചേർക്കാം. 10-11 എണ്ണം ചേർക്കുക, ചെറിയ സൈസാണ്. ഇനി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി കശുവണ്ടി എടുത്തിട്ടുണ്ട്, 8-9 എണ്ണം ചേർക്കാം. ഇനി ഒരു 1/2 സ്പൂൺ എടുത്തായിട്ട് ചെറിയ ജീരകം ചേർക്കുക. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്തായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് അരയില്ല, ഒരല്പം കുറവാണ്. വെള്ളമില്ലാതെ ആദ്യമേ അരയ്ക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇനി ഞാനൊരു പാത്രത്തിനകത്തോട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. 3/4 കിലോ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിയില ചേർക്കാം, ഒരല്പം ചേർക്കുക. ഇനി ഇത് അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇത് നല്ലവണ്ണം അരച്ചിട്ടുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് ഈ ഒരു പാകത്തിന്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിരിക്കും. നല്ല ചിക്കൻ പെരണ്ട് ഗ്രേവി കിട്ടും. ഞാനിവിടെ ചിക്കൻ്റെ പീസുകൾ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നേരത്തോളം വേകാൻ സമയമെടുക്കുന്നത്. ചിക്കൻ കഷ്ണത്തിൻ്റെ വലുപ്പം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുക. ഒരു 5 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോൾ എല്ലാം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇനി ഇത് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂർ കൂടുതൽ വെക്കേണ്ട, മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിനി എടുക്കാം. ഇനി അതേ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതേ എണ്ണ തന്നെയാണ്, വേറെ എണ്ണയൊന്നും തന്നെ ഒഴിക്കുന്നില്ല. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായ ഉടനെ കുറച്ച് വറ്റൽമുളക് ചേർക്കാം. ഇത് നിർബന്ധമില്ല, കറിക്കകത്തൊക്കെ വറ്റൽമുളക് കിടക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇനി തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ചിക്കന് ചേർക്കുക. ഇങ്ങനെ മുളക് പൊടി ചേർക്കുമ്പോഴേ അവസാനം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേനും കറിക്കൊക്കെ നല്ലൊരു കളറുമായി, എണ്ണയൊക്കെ നല്ല ചുമന്നിരിക്കും. പക്ഷേ ഈ ഇളക്കുമ്പോഴത്തേന് പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോരുത്. പെട്ടെന്ന് തന്നെ ചിക്കൻ ചേർക്കാൻ വേണേ. ചിക്കൻ മൊത്തം ചേർത്തിട്ട് അതിനകത്തോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ മസാല എല്ലാം കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇത്രേ വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ, വേറെ വെള്ളം ഒന്നും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിൽ 1-2 ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. മെയിനായിട്ടുള്ള സാധനങ്ങളാണ്. അത് പകുതി വെന്തതിന് ശേഷവും ലാസ്റ്റിലുമാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ആദ്യമേ തീ അല്പം കൂട്ടി കൊടുക്കുക. നല്ലവണ്ണം പെട്ടെന്നൊന്ന് വെട്ടി തിളച്ച് വന്നോട്ടെ. നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് പതുക്കെ വെന്താൽ മതി. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ്, കാരണം നമ്മൾ പച്ചക്കല്ലേ മസാല എല്ലാം അരച്ച് ചേർത്ത്. അപ്പോൾ ആ മസാല എല്ലാം യോജിച്ച് പച്ച ടേസ്റ്റൊക്കെ മാറി വരണമെന്നുണ്ടെങ്കിൽ സ്ലോ കുക്കാണ് നല്ലത്. ഇത് ഞാൻ പകുതി വെന്തതിന് ശേഷം അതിൻ്റെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് പകുതി വെന്തതിന് ശേഷം ഇത് ഗരം മസാലയാണ് ചേർക്കുന്നത്. 1/2 സ്പൂണിനടുത്തായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ചേർത്ത് വീട്ടിലെ പൊടിച്ചതാണ്. ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒത്തിരി ഓവറായിട്ട് മസാല ഇടേണ്ട ആവശ്യവുമില്ല. ഇതുപോലെ വീട്ടിൽ പൊടിച്ചതില്ലെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ഗരം മസാല പൊടി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. വീണ്ടും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇടുന്നത്. അങ്ങനെ ഏറ്റവും കുറഞ്ഞ തീ തന്നെ പതുക്കെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞിട്ട് വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ചിക്കൻ ഗ്രേവി ഒന്നും അധികം പറ്റിയിട്ടുമില്ല. ഇതിലോട്ട് ലാസ്റ്റ് ചേർക്കേണ്ടത് കസൂരി മെത്തിയാണ് ചേർത്തിട്ടുള്ളത്. കയ്യിൽ വെച്ച് നല്ലോണം ഞെരടി ഒന്ന് പൊടിച്ചിട്ട് കസൂരി മെത്തി ചേർക്കുക. നല്ല ഫ്ലേവറാണ്. എൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർക്കാം. ഇതിപ്പോൾ ചിക്കന് ഗ്രേവി ഉണ്ട് താനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണ തെളിയുന്നിടം വരെ ഇത് കുക്ക് ചെയ്യണേ, ലോയിൽ തന്നെ. അതൊന്ന് പ്രത്യേകം എടുത്ത് പറയുവാണെങ്കിൽ ആ മസാലയുടെ പച്ച ടേസ്റ്റ് എല്ലാം പോയി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ വെന്ത് പാകമായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ആ ചട്ടിയുടെ ചൂടുകൊണ്ട് വീണ്ടും നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് കുറച്ചുകൂടെ ഡാർക്ക് കളറാകുകയും ചെയ്യും. അപ്പോൾ ഈ റെസിപ്പി ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒന്ന് തിളച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് പതുക്കെ അത് എണ്ണ തെളിയുന്നിടം വരെ വേവിച്ചെടുക്കുക. എന്നാൽ പിന്നെ വേഗം തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിട്ടാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.